വിഴിഞ്ഞം എന്നുള്ളത് കേരള വികസനത്തിൻ്റെ പുതിയ മാതൃകയായിരിക്കും. നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ തന്നെ മറികടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 330-ലേറെ വലിയ കപ്പലുകൾ നമുക്കിവിടെ വന്നു. I think we are doing extremely well as far as our global positioning is concerned. അടുത്ത 3 വർഷങ്ങളിൽ നമുക്ക് ഏകദേശം 10,000 കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് മാത്രം വരുമെന്നുള്ളത് ഉറപ്പിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു DPRൻ്റെയോ മാത്രം അടിസ്ഥാനത്തിൽ ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തിയല്ല വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ഒരാളുടെ കിടപ്പാടം പോലും നമുക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരികയോ ഒരാളുടെ ഭൂമി പോലും നമ്മൾ ഏറ്റെടുക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഫിഷിംഗ് ഹാർബർ പുതുതായിട്ട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഏകദേശം 200-250 കോടി രൂപയുടെ ഒരു പദ്ധതിയായിരിക്കും. 120 കോടി രൂപയോളം നമ്മൾ നഷ്ടപരിഹാരത്തിന് മാത്രമായി വിഴിഞ്ഞം പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. മറൈൻ സെക്ടറിൽ ഏതൊരു സ്കില്ലിംഗ് സെൻറ്ററിനേക്കാളും ഏറ്റവും മികച്ച രീതിയിൽ ഒരു സെൻറ്റർ ഫോർ എക്സലൻസ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി സ്കിൽ സെൻറ്റർ മാറും എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വേൾഡ് ആങ്കറിംഗ് അറ്റ് വിഴിഞ്ഞം. ആഗോള മാരിടൈം ഭൂപടത്തിൽ രാജ്യത്തെ അടയാളപ്പെടുത്തിയ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലോകോത്തര തുറമുഖങ്ങളെ മുഖാമുഖം നേരിട്ട് ഏത് ആഗോള ഭീമൻ കപ്പലിനെയും ഏറ്റുവാങ്ങാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. രാജ്യത്തിന്റെ തെക്കൻ തീരത്തെ മാരിടൈം ഹബ്ബാക്കി മാറ്റാനുള്ള പദ്ധതിയുടെ ഭരണസാരഥ്യമേൽക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ആഴവും അതിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷനും കാരണം അതിനുള്ള അഡ്വാൻറ്റേജിനെ പറ്റി നമ്മൾ കുറെ കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷെ അതേസമയത്ത് ഈ ഗ്ലോബൽ മാരിടൈം ഫീൽഡിൽ ഒരു പുതിയ പ്ലെയർ കൂടിയാണ് വിഴിഞ്ഞം. അപ്പം നിലവിലുള്ള എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സ് സിംഗപ്പൂർ അല്ലെങ്കിൽ മലേഷ്യ പോലുള്ള പ്ലെയേഴ്സുമായിട്ട് വെച്ച് നോക്കുമ്പോൾ വിഴിഞ്ഞം എങ്ങനെയാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? അതിനുള്ള സ്ട്രാറ്റജി എന്തായിരിക്കും? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് ഭാരതത്തിന്റെയും ഇപ്പോൾ ലോകത്തിന്റെയും സമുദ്രാധിഷ്ഠിത നമ്മുടെ ചരക്ക് ഗതാഗതത്തിൽ ശരിക്കും തനതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വളരെ നിഷായിട്ടുള്ള ഒരു പ്രവൃത്തിയെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ നിന്നും കുറച്ച് വേറിട്ട ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള തുറമുഖങ്ങളിലേക്ക് പോകുന്നതിൻ്റെ അത്രയും ചരക്ക് കപ്പലുകൾ നമ്മുടെ തുറമുഖത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഈ പറയുന്ന എല്ലാ തുറമുഖങ്ങളും എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസസ് തീർച്ചയായിട്ടും എടുക്കുന്നുമുണ്ട്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമുക്കറിയാം ജൂലൈയിലാണ് നമ്മൾ ട്രയൽ റൺ ആരംഭിക്കുന്നത്. അതിനുശേഷം ഡിസംബർ മുതൽ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ മാസങ്ങളിലെ നമ്മുടെ പ്രവർത്തനം ഒന്ന് എടുത്തു നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് 1 വർഷത്തിൽ നമുക്ക് 1 മില്യൺ TEUs വരണം എന്നുള്ളതായിരുന്നു. അതായത് ഡിസംബർ മുതൽ 1 വർഷത്തിൽ, അപ്പോൾ അടുത്ത 2025 ഡിസംബർ ആകുമ്പോൾ 1 മില്യൺ TEUs കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണേ എന്ന് കരുതിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ജൂൺ മാസമാണ്. അപ്പോൾ ഡിസംബർ മുതൽ ജൂൺ വരെയുള്ള ഒരു കാലഘട്ടം എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് 7 ലക്ഷത്തിൽ കവിഞ്ഞ TEUs നമ്മളിപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ തന്നെ മറികടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 330-ലേറെ വലിയ കപ്പലുകൾ നമുക്കിവിടെ വന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത് ഇതിൻ്റെ സംഖ്യ മാത്രമല്ല, ഇവർ ഓരോ കപ്പലും വരുമ്പോൾ അതിലെ ക്രൂവുമായും അതുപോലെ തന്നെ കമ്പനിയുമായും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവരാണല്ലോ നമ്മുടെ ഗുണഭോക്താവ് എന്നുള്ളത്, ഡയറക്റ്റായിട്ട് നമ്മുടെ ഒരു ക്ലയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഫീഡ്ബാക്ക് എടുക്കുമ്പോഴെല്ലാം ഏറ്റവും നല്ല രീതിയിലുള്ള ഭദ്രമായിട്ടുള്ള ഫീഡ്ബാക്കാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും വളരെ കണിശമായത് എങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടുന്നത് എന്നുള്ളത് ആലോചിച്ചുകൊണ്ട്
ഓരോ ഘട്ടം ഘട്ടമായി നമ്മുടെ സേവനം കൂടുതൽ മികവുറ്റതാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു നിഷ് ഏരിയ എന്ന് നമ്മളിപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത് ട്രാൻസ്ഷിപ്മെൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ലോകത്തിലുള്ള ചരക്ക് ഗതാഗതത്തിൽ ഭാരതത്തിലേക്ക് ഇറക്കുമതി കയറ്റുമതിയൊക്കെ വരുന്ന ആ ഒരു മേഖലയിൽ നോക്കുമ്പോൾ ട്രാൻസ്ഷിപ്മെൻ്റ് എന്നുള്ളത് 75% ട്രാൻസ്ഷിപ്മെൻറ്റ് ബാബു നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള തുറമുഖങ്ങളിലൂടെയാണ് ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വമ്പിച്ച നഷ്ടമാണ് നമുക്ക് വരുമാനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ, രാജ്യത്തിനൊരു വമ്പിച്ച നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെഡിക്കേറ്റഡ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ് എന്നുള്ള ഒരു നിലയിൽ നമ്മൾ ഇപ്പോൾ ആദ്യം പൊസിഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് ആകൃഷ്ടരായി വരുന്ന നമ്മുടെ ആ ഒരു ക്ലയൻറ്റേൽ എന്ന് പറയുന്നതും വളരെ ഭദ്രമായി നമുക്കായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലോബൽ പൊസിഷനിങ് എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുശേഷം അടുത്ത ഘട്ടമായി നമ്മൾ നമ്മുടെ സേവനങ്ങൾ കുറച്ചുകൂടി വൈവിധ്യമാർന്നതാക്കും. ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ അടുത്ത സ്റ്റേജിലാണ് നോക്കുക. അപ്പോൾ ആ സമയത്താണ് ഈ ഗേറ്റ് വേ കാർഗോ എന്നുള്ളത്, ഇമ്പോർട്ടും എക്സ്പോർട്ടും എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി അനുസരിച്ച് ഐ തിങ്ക് വി ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ ആസ് ഫാർ ആസ് ആർ ഗ്ലോബൽ പൊസിഷനിങ് ഇസ് കൺസേൺഡ് ആൻഡ് ആസ് കമ്പയർഡ് ടു സിമിലർ പോർട്ട്സ് which had been rendering transshipment services prior to വിഴിഞ്ഞംസ് uprising. അപ്പോൾ വിഴിഞ്ഞം വരുന്നതിന് മുൻപ് മറ്റ് തുറമുഖങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന കപ്പലുകൾ ഇപ്പോൾ ഇവിടെ വരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റേതൊരു മേഖലയും എന്നുള്ളത് പോലെ തന്നെ നമ്മളും അതുപോലെ തന്നെ ആകർഷകമായിട്ടുള്ള പ്രൈസിങ് ഉണ്ടായിരിക്കണം. അപ്പം നമ്മുടെ നിരക്കുകൾ മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് കൂടുതൽ പ്രാപ്യമാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ടാമത്തേത്, നമ്മൾ നൽകുന്ന സേവനങ്ങൾ കൂടുതൽ മികവുറ്റതാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസിംഗ് എന്നുള്ളത് അതിൻ്റേതായിട്ടുള്ള ഒരു മാർക്കറ്റ് മെക്കാനിസത്തിലൂടെ നമ്മൾ കണ്ടെത്തി നൽകുന്നുണ്ട്. അതിനോടൊപ്പം സേവനങ്ങളിൽ നമുക്ക് ഏറ്റവും മികവുറ്റ രീതിയിൽ നൽകാൻ സാധിക്കുന്നത് നമ്മൾ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഹൈലി അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉള്ള ഇപ്പോൾ AI ബാക്ക്ഡ് ആയിട്ടുള്ള സേവനങ്ങളാണ്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സേവനങ്ങളാണ് നമ്മൾ നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സേവനം മികവാണ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു ഉദ്യമത്തെ കൂടുതൽ സാർത്ഥകമാക്കുന്നത് എന്ന് ഞാൻ പറയും. ഒരു പോർട്ട് എന്നുള്ളതിൽ അത് തുടങ്ങാൻ നമ്മൾ വെച്ച ലക്ഷ്യങ്ങളൊക്കെ നേടിയെന്ന് പറയുന്നു. ചിലപ്പം വേണ്ടത്ര കണ്ടെയ്നേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി. പോർട്ട് പ്രവർത്തനക്ഷമമാണ് പൂർണ്ണമായിട്ടും. അപ്പം ആ ഒരു പോർട്ട് എന്നുള്ള ഫംഗ്ഷൻ ഉപരി നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്ത് എക്കണോമിക്കൽ നറിഷ്മെൻ്റ് ആണ് അതിന് കൊടുക്കാൻ പറ്റുക? ഒരു തുറമുഖം ജനിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ലോകത്തിലുള്ള ഏറ്റവും മിന്നിത്തിളങ്ങുന്ന അല്ലെങ്കിൽ നക്ഷത്രത്തിളക്കമുള്ള നഗരങ്ങൾ എന്ന് നമ്മൾ പറയുന്ന എല്ലാ നഗരങ്ങളും യഥാർത്ഥത്തിൽ തുറമുഖത്തിനെ ചുറ്റിപ്പറ്റി വികസനം കൈപ്പറ്റിയിട്ടുള്ള നഗരങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ വിഴിഞ്ഞം സിറ്റി എന്നുള്ള, ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് സിറ്റി എന്നുള്ള ഒരു ആശയം ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ നഗരവൽക്കരണം എന്നുള്ളത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളവും കേരളത്തെ സംബന്ധിച്ചിടത്തോളവും തീർച്ചയായിട്ടും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആഗമനത്തോടു കൂടി വൻതോതിൽ നമുക്ക് വർദ്ധിപ്പിക്കാനാകും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയമില്ല. സാമ്പത്തികമായി എന്താണ് അതിലുള്ള നേട്ടം എന്നുള്ള ചോദ്യത്തിന് രണ്ട് രീതിയിൽ അതിനെ നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കും. ഒന്ന്, പ്രത്യക്ഷമായിട്ട് നമുക്ക് ലഭിക്കുന്ന വരുമാനം എന്നുള്ളത്. അപ്പോൾ ഒരു തുറമുഖത്തിലേക്ക് വരുന്ന കപ്പലുകൾ, അതിൻ്റെ ചരക്ക് ഗതാഗതത്തിനുള്ള നിരക്കുകൾ, ഇവയെല്ലാം തന്നെ ലഭിക്കുന്നതിനോടൊപ്പം നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് GST ആണ് നിലവിലത്തെ സ്ഥായിയായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒപ്പം കസ്റ്റംസ് ചാർജസും മറ്റ് ചാർജുകളുമൊക്കെ അതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇതിൽ കവിഞ്ഞ് നമുക്ക് ഇപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രമായിരിക്കുമ്പോൾ പോലും നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അത് സർക്കാരിന് നേരിട്ടൊരു വരുമാനം ലഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഒരു നാടിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ 2025-ലാണ്. 2025 മുതൽ 2028 വരെയുള്ള കാലഘട്ടത്തിൽ അടുത്ത 3 വർഷങ്ങളിൽ നമുക്ക് ഏകദേശം 10,000 കോടി രൂപയുടെ നിക്ഷേപം, സ്വകാര്യ നിക്ഷേപം നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് മാത്രം വരുമെന്നുള്ളത് ഉറപ്പിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്.
അപ്പം അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ നമ്മുടെ നാടിനെ തേടി എത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും ഒപ്പം നമ്മുടെ നാടിനെ എങ്ങനെയാണ് നിക്ഷേപ സൗഹൃദമാക്കുന്നത് എന്നുള്ളതിനും ഒരു വലിയൊരു എടുത്തുകാട്ടാണ്. അപ്പം അത് ഈ പറയുന്ന 10,000 കോടി രൂപ എന്നുള്ളതിലുപരിയായിട്ട് മറ്റ് പല സ്വകാര്യ നിക്ഷേപകരെയും ഇപ്പോൾ തുറമുഖത്തിലേക്കോ അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റ് വികസന പ്രവർത്തികളിലേക്കും ഒപ്പം മറ്റ് വ്യവസായങ്ങളിലേക്കും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും ഒരു സ്നോബോളിംഗ് എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത് പോലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനം നമ്മുടെ ആ ഒരു വികസന യാത്രയിൽ പങ്കാളികളാകുമ്പോൾ ശരിക്കും കൂടെ കൂട്ടാനായിട്ട് ഒരുപാട് പേരിങ്ങനെ നമ്മോടൊപ്പം വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പം അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയൊരു സാമ്പത്തിക ഭദ്രതയെ ഉറപ്പുവരുത്തുവാനുള്ള ഒരു മാറ്റം എന്ന് ഞാൻ പറയും. ഏതൊരു സീപോർട്ടിനും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇൻലാൻഡ് ഇൻഫ്ലുവൻസ് സോൺ ഉണ്ടാവും. അങ്ങനെ ഒന്നിനെ വികസിപ്പിച്ചെടുക്കാനുള്ള മാസ്റ്റർ പ്ലാൻ സാധാരണഗതിക്ക് തുറമുഖങ്ങളുടെ പദ്ധതിയുടെ ഭാഗമാണ്. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ എന്താണ് ആ മാസ്റ്റർ പ്ലാൻ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ അവിടെ ഇപ്പോൾ 66 ഹെക്ടയർ ഭൂമി നമ്മൾ കടലിൽ നിന്നാണ് റിക്ലെയിം ചെയ്തെടുത്തിരിക്കുന്നത്, വീണ്ടെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടം നമ്മുടെ തുറമുഖ നിർമ്മാണം വരുമ്പോഴും അവിടെയും നമ്മൾ വീണ്ടും ഭൂമി കടലിൽ നിന്നും വീണ്ടെടുക്കുവാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം നമ്മൾ നിർമ്മിക്കുമ്പോൾ ഒരു വ്യക്തിയെ പോലും ഒരാളുടെ കിടപ്പാടം പോലും നമുക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരികയോ ഒരാളുടെ ഭൂമി പോലും നമ്മൾ ഏറ്റെടുക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഞാനത് പറയാൻ കാരണം സാധാരണഗതിയിൽ ഈ പറയുന്ന സോൺ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇതിനെ ഭൂമി ഏറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊതുവെ പദ്ധതികൾക്ക് അടിസ്ഥാനപരമായിട്ടൊരു ഒരു ന്യായം പറയാറ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രതിഭാസം സംഭവിച്ചിട്ടില്ല. എന്നിരിക്കലും നമുക്കറിയാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ വളരെ അടുത്താണ് എന്നുള്ളതും നമ്മുടെ തീരദേശ പ്രദേശത്തിൻ്റെ കാതലായ ഒരു ഭാഗത്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം എന്നുള്ള ഒരു നഗരത്തിലുപരിയായി തീരദേശത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതുണ്ട്. അപ്പോൾ തീരദേശം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓരോ ജില്ലാ തലത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാനാകില്ല. കടലിങ്ങനെ ഒരുമിച്ച് കിടക്കുകയാണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ തീരദേശം ആകെ മൊത്തം യഥാർത്ഥത്തിൽ ഞാൻ പറയും കേരളത്തിൻ്റെ തീരദേശം മൊത്തം തന്നെ വിഴിഞ്ഞത്തിൻ്റെ ഒരു സോൺ ഓഫ് ഇൻഫ്ലുവൻസ് ആയിട്ട് മാറുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിലവിൽ നമ്മൾ വിഴിഞ്ഞം എന്നുള്ള ഒരു മേഖലയെ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രാദേശികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അടുത്തതായി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അവിടെ ഒരു ഫിഷിംഗ് ഹാർബർ പുതുതായിട്ട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഏകദേശം 200-250 കോടി രൂപയുടെ ഒരു പദ്ധതിയായിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പരിഗണനയിലാണ് ഇപ്പോൾ അത്. പ്രാദേശികമായിട്ടുള്ള ഉന്നമനം എന്നുള്ളത് തീർച്ചയായിട്ടും തീരദേശത്തെ മൊത്തം വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു പ്രാദേശിക വികസനത്തിന് ഉപരിയായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നഗരവൽക്കരണവും നഗരത്തിൻ്റെ വികസനവും എന്നുള്ള അടുത്തൊരു സോൺ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ വ്യവസായികളും അതുപോലെ തന്നെ സംരംഭകർക്കുമുള്ള അവസരങ്ങൾ ഒരുപാട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇപ്പോൾ ഗേറ്റ്വേ കാർഗോ എന്നുള്ളത് ആരംഭിച്ച് കഴിയുമ്പോൾ നമുക്ക് അതുമായിട്ടനുബന്ധ വ്യവസായ മേഖലകൾ ധാരാളം നമുക്കിവിടെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ സ്ഥലം വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കമ്പനികൾ നമ്മളെയും സമീപിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന ഒരു പോർട്ട് ലെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ തുറമുഖ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യവസായവൽക്കരണം എന്നുള്ളത് തീർച്ചയായിട്ടും നടക്കും. അതിന് പറയുന്ന ഒരു റേഡിയസ് എന്നുള്ളത് ഇത്ര കിലോമീറ്ററിൽ എന്നുള്ള കണക്കിൽ നമ്മളിപ്പോൾ വെച്ചിട്ടില്ല. കാരണം നേരത്തെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു ട്രയാങ്കിൾ എന്നുള്ള നിലയിൽ നമ്മൾ ഇപ്പോൾ കൊല്ലം വരെയുള്ളതിൻ്റെ ഒരു ധാരണ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിലും ഉപരിയായിട്ട് തീർച്ചയായിട്ടും ഈ വികസനം പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഏതൊക്കെ തരത്തിലുള്ള വ്യാവസായിക സ്ഥാപനങ്ങളാണ് വരേണ്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷമായിട്ട് നമുക്കിപ്പോൾ തുറമുഖ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോജിസ്റ്റിക്സ് ഹബ്ബ് പോലെ അല്ലെങ്കിൽ കണ്ടെയ്നർ ഫ്രൈറ്റ്സ് പോലെയുള്ള ഒരുപാട് സേവനങ്ങൾ എന്തായാലും ആവശ്യം വേണ്ടി വരും. അത് ഏതൊരു തുറമുഖത്തിനും അനിവാര്യമായിട്ടുള്ള സേവനങ്ങളായിരിക്കും. അതിലുപരിയായി ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് മേഖലകളിലും നമുക്ക് സംരംഭകത്വത്തിന് ഒരുപാട് അവസരങ്ങൾ വരുന്ന ഒരു കാലഘട്ടമായിരിക്കും അത്. അപ്പോൾ അത് നമ്മുടെ ഔട്ടർ റിംഗ് റോഡും ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിൻ്റെയും കൂടെ വികസനമാകുമ്പോൾ അത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ തന്നെ ഒരു വ്യാവസായിക നാഴികയായിട്ട് അത് മാറും എന്നാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്ക് ഏതൊക്കെ വ്യവസായങ്ങളാണ് വരേണ്ടുന്നത്, കേരളം ഏതൊക്കെ വ്യവസായങ്ങൾക്കാണ് സജ്ജമായിട്ടുള്ളത്, നമ്മൾ പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള രീതിയിൽ, പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള രീതിയിൽ ഏതൊക്കെ വ്യവസായങ്ങളാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്, കേരളത്തിൻ്റെ നമ്മുടെ ഒരു ഈത്തോസ് ഉണ്ട്. അപ്പോൾ അതുമായി ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഏതൊക്കെ വ്യവസായങ്ങളാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്, തുറമുഖത്തിൽ നടക്കുന്ന പ്രവൃത്തികൾക്ക് തന്നെ ഒരു വാല്യൂ അഡീഷൻ എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പാക്കേജിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകൾ ഇപ്പോഴുള്ള ഒരു മേഖലയാണ് പാക്കേജിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ കൂടുതൽ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ പാക്കേജിംഗ് ഇൻഡസ്ട്രിയുടെ സേവനങ്ങൾ കൂടുതൽ വേണ്ടി വരുന്ന ഒരു മേഖല കൂടിയാകും. കേരളത്തിൻ്റെ ഒരു മൂല്യം എന്നുള്ള നിലയിൽ പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള പാക്കേജിംഗ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ആരായാൻ സാധിച്ചാൽ, അത്തരത്തിലുള്ള വികസന പ്രവർത്തികളിൽ നമുക്ക് ഏർപ്പെടാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ തന്നെ നന്നായി വിളങ്ങുന്ന ഒരു മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ടും ഏതൊക്കെയാണ് മേഖലകൾ വികസനത്തിൽ ഉയർന്നു നിൽക്കേണ്ടത് എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിച്ചായിരിക്കും ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ്സ് നടക്കുക. നമ്മളിപ്പം പോർട്ട് സിറ്റി എന്നുള്ളൊരു യൂസേജ് നടത്തി. പോർട്ട് ഇല്ലാതിരുന്നൊരു സ്ഥലത്ത് പോർട്ട് വരുന്നു. അപ്പോൾ അവിടെ പുതുതായിട്ട് കുറച്ച് സാധനങ്ങൾ വരും. ഇപ്പം സിംഗപ്പൂർ പോലെ അല്ലെങ്കിൽ റോട്ടർഡാം പോലുള്ള സ്ഥലത്ത് പോർട്ട് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ മുൻപ് ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോർട്ട് സിറ്റിയുടെ എസെൻഷ്യൽ എലിമെന്റ്സ് എന്തൊക്കെയാണ് പുതുതായിട്ട് വരിക ഈ ഭാഗത്ത്? ഒന്ന്, നമുക്ക് പ്രാദേശികമായിട്ടുള്ള വികസനം എന്നുള്ളത് എങ്ങനെയാണ് ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ളത് നോക്കുക. 2, നാടിന് ആകെ മൊത്തമായിട്ടുള്ള വികസനം എന്നുള്ളത് വ്യാവസായിക വളർച്ചയിലൂടെ എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത് എന്നുള്ളത് നോക്കുക. 3, ഇവിടെ പാർക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം എങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിലാണ് യഥാർത്ഥത്തിൽ കേരളം എന്നുള്ള ഒരു സംസ്ഥാനം ഏറ്റവും അധികം ഊന്നൽ നൽകുന്നതും ഒരുപക്ഷെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിലേക്ക് തന്നെ ആയിരിക്കും. ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം എന്നുള്ളത് അതിൻ്റെ ഒരു നാഴികക്കല്ലായിരിക്കും. 2, ഞാൻ ഈ പറഞ്ഞതുപോലെ വ്യവസായങ്ങൾക്ക് വളരുവാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത്, സംരംഭകത്വത്തിന് കൂടുതൽ ഇടം നൽകുക എന്നുള്ളത്. 3, പ്രാദേശികമായിട്ടുള്ള വികസനം നന്നായി വരണം എന്നുള്ളത്. ഇതിനെല്ലാത്തിനും വഴിയൊരുക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണക്ടിവിറ്റി എന്നുള്ളതായിരിക്കും. അപ്പോൾ ഏത് പോർട്ട് സിറ്റി നമ്മൾ എടുത്തു നോക്കിയാലും കണക്ടിവിറ്റി എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും. അവിടെ വിനിമയം എന്ന് പറയുന്നത് എപ്പോഴും വളരെ പ്രധാനമാണ്. ഇപ്പോൾ ചരക്കിൻ്റെ വിനിമയമാണെങ്കിലും നമ്മുടെ ഈ പറയുന്ന ആശയങ്ങളുടെ വിനിമയമാണെങ്കിലും ഏതും വളരെ പ്രധാനമാണ് വികസനത്തിൻ്റെ ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ഒരു ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് നമ്മുടെ കണക്ടിവിറ്റി എന്നുള്ളത് ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും വിഴിഞ്ഞം പോലുള്ള ഒരു സ്ഥലത്ത് കപ്പത്താന്മാരൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു തുറമുഖം ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുവരെ പറഞ്ഞിട്ടുള്ള വിദേശികളായിട്ടുള്ള ക്യാപ്റ്റൻസ് വരെ ഉണ്ട്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരിടം എന്നുള്ളത് അതുപോലെ തന്നെ മനോഹരമായി കാത്തു സൂക്ഷിക്കാനും നമുക്ക് കഴിയണം എന്നുള്ള ഒരു ചുമതലയും കൂടി നമുക്കുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നുണ്ടെങ്കിലും. അപ്പോൾ അതും ഞാൻ ഈ പറഞ്ഞ 3 ഘടകങ്ങൾക്ക് ഉപരിയായി തീർച്ചയായിട്ടും അത് പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു വലിയൊരു പ്രയോറിറ്റി, ഒരു മുൻഗണനയും നമ്മൾ വെച്ചുകൊണ്ടാണ് ഈ വികസനത്തിന്റെ എല്ലാം പദ്ധതി നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. നമ്മളിപ്പം കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു, പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു ടേം ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്നുള്ളതാണല്ലോ. ഇപ്പൊ എങ്ങനെയാണ് വിഴിഞ്ഞം റെയിൽ നെറ്റ്വർക്കുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്? പോർട്ടിന് വെളിയിലോട്ട് ഇറങ്ങിയുള്ള റോഡുകളുടെ അവസ്ഥയിൽ ആസ് എ പോർട്ട് MD ഹാപ്പി ആണോ?
ടു ദ ഡെസ്റ്റിനേഷൻസ് പോകാൻ നല്ല റോഡുകളുണ്ടോ, അതോ ഇനി ഉണ്ടാക്കുമോ, അതിൽ തുറമുഖ അതോറിറ്റിക്ക് എന്തെങ്കിലും പങ്കുണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ്. കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ രണ്ടും ഇപ്പം നമുക്ക് സമുദ്രത്തിലുള്ള നമ്മുടെ ഒരു ജലഗതാഗതം എന്നുള്ളതുമുണ്ട്. അതിനോടൊപ്പം കരയിലൂടെയുള്ള നമ്മുടെ കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അതിലും ശരിക്കും 3 കണക്ടിവിറ്റിയും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന് എയർ കണക്ടിവിറ്റി, അത് നമുക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ട് അതൊരു വലിയൊരു വരദാനമാണ് നമുക്ക്. ഇപ്പോൾ നമ്മുടെ ക്രൂ ചേഞ്ച് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നമ്മൾ നൽകുമ്പോൾ ഇത്രയും അടുത്ത് ഒരു തുറമുഖവും ഒരു എയർപോർട്ടും കൂടെയുള്ള മറ്റ് സ്ഥലങ്ങൾ വളരെ കുറവാണ് ലോകത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഇവിടെ വരിക എന്നുള്ളത്. രണ്ടാമത്, അങ്ങനെയുള്ള അവസരത്തിൽ ഇപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ടൂറിസം മേഖല വികസിക്കും ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളത്, അല്ലെങ്കിൽ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു അവസരമാണ് ഇത് സൃഷ്ടിക്കുന്നത് എന്നുള്ളതുണ്ട്. അപ്പം അതിനായിട്ടുള്ള ഒരു കണക്ടിവിറ്റി എന്നൊരു എലമെന്റ്, അത് ലോക്കലായിട്ട് നമുക്ക് ജനങ്ങൾക്ക് പോയിട്ട് വരുവാനുള്ള ഒരു കണക്ടിവിറ്റി എന്നുള്ളതുണ്ട് കരയിൽ നമ്മൾ നോക്കുമ്പോൾ. അല്ലാതെ കണ്ടെയ്നർ മൂവ്മെന്റിനായിട്ടുള്ള ഒരു കണക്ടിവിറ്റി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ 2 രീതിയിലാണ് അതിനെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കുന്നതും അതിനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് തുറമുഖത്തിൽ നിന്നും പുറത്തേക്ക് കണ്ടെയ്നർ കൊണ്ടുവരണമെങ്കിൽ ഇപ്പം നമ്മളൊരു അപ്രോച്ച് റോഡ്, ഒരു സർവീസ് റോഡ് നിലവിലുള്ള NH-ഉമായിട്ട് ബന്ധിപ്പിക്കുവാനായി നിർമ്മിക്കുന്നുണ്ട്. ഏകദേശം ഒരു 20-25 കോടി രൂപയുടെ ഒരു പദ്ധതിയാണത്. അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി അതിൻ്റെ ഒരു പണി നമുക്ക് പൂർത്തിയാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു റോഡ് കണക്ടിവിറ്റി അവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടെയ്നർ മൂവ്മെൻറ്റ് നമുക്ക് നിലവിലുള്ള NH-ലൂടെ, അത് കന്യാകുമാരിയിലേക്കാണെങ്കിലും തിരുവനന്തപുരത്തേക്കാണ്, 2 വശത്തേക്കും പോകുവാനുള്ള കണക്ടിവിറ്റി നമുക്ക് ലഭിക്കും. പക്ഷേ അത് ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ട്രാൻസ്ഷിപ്മെന്റ് എന്നുള്ളതിൽ നിന്നും ഗേറ്റ് വേ കാർഗോ നമ്മൾ എന്നാണോ ആരംഭിക്കാൻ പോകുന്നത്, അത് ആരംഭിക്കുമ്പോഴും നമ്മൾ ആദ്യം 1%, 2%, 3%, 4% നിന്നിങ്ങനെ വളരെ പതിയെ മാത്രമേ ഗേറ്റ് വേ കാർഗോയുടെ എണ്ണം നമ്മൾ വർദ്ധിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ആരംഭിക്കുന്നതിന് ഈ പറയുന്ന ഒരു റോഡ് കണക്ടിവിറ്റി നമുക്ക് മതിയാകും. പക്ഷേ നമ്മളത് ഭാവിയിൽ, അതായത് തുറമുഖത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വികസനം എന്ന് പറയുന്നത് 2028 കൂടി നമ്മളിപ്പോൾ പൂർത്തീകരിക്കും എന്നാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കൂടുതൽ കയറ്റുമതിയും ഇറക്കുമതിയും നമ്മുടെ നാട്ടിലേക്ക് കണ്ടെയ്നറുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ പറയുന്ന റോഡ് കണക്ടിവിറ്റി എന്നുള്ളത് കുറച്ചുകൂടെ വിശാലമായിട്ട് നമുക്ക് വേണ്ടി വരും. കാരണം കണ്ടെയ്നർ മൂവ്മെന്റിന് പര്യാപ്തമായിട്ടുള്ള റോഡുകൾ നമുക്ക് നിർമ്മിക്കണം. അതും മറ്റ് സാധാരണ ജനങ്ങൾക്ക് ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ, യാതൊരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ അത് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ക്ലോവർ ലീഫ് സ്ട്രക്ചർ, വളരെ നൂതനമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്നുള്ളത് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അത് മോർത്തിൻ്റെ NHAIയുടെ അപ്രൂവലിനായിട്ട് നമ്മളിപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്രൂവലും അതിൻ്റെ മറ്റേ പ്രക്രിയയും നടന്നു കഴിയുമ്പോൾ ആ ക്ലോവർ ലീഫ് സ്ട്രക്ചറിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അത് ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ പോർട്ടിൻ്റെ പരിപൂർണമായിട്ടുള്ള വികസനം എന്ന് പറയുന്നതും ഈ റോഡ് കണക്ടിവിറ്റി നമ്മൾ നിർമ്മാണം പൂർത്തീകരിക്കുന്നതും ഏകദേശം ഒരേ സമയത്ത് നമുക്ക് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കരുതുന്നത്. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും മികച്ച ഒരു സ്ട്രക്ചറായിട്ട് അത് മാറും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പം അത്രയും നല്ല രീതിയിൽ അതിൻ്റെ പഠനങ്ങളെല്ലാം നടത്തിക്കൊണ്ടാണ്, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും ട്രാഫിക് സ്റ്റഡീസും മറ്റ് എഞ്ചിനീയറിംഗ് സ്റ്റഡീസും എല്ലാം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും വേഗത്തിൽ നമുക്ക് തുടങ്ങാൻ സാധിക്കണം എന്നാണ് തോന്നുന്നത്. റെയിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ കൊങ്കൺ റെയിൽവേയുമായിട്ടുള്ള ഒരു ധാരണാപത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ കൊങ്കൺ റെയിൽവേ ആണ് അതിൻ്റെ DPRും മറ്റും പഠനങ്ങളും ഒക്കെ നടത്തി നമുക്ക് ഒരു തുരങ്ക റെയിൽപാത എന്നുള്ളത് സജസ്റ്റ് ചെയ്തിരിക്കുന്നതും അവർ ശുപാർശ ചെയ്തത് നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഒരു അപ്രൂവലും ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടെ പ്രക്രിയകൾ ഒന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉടനെ തന്നെ ആരംഭിക്കാനായിട്ട് സാധിക്കും. അത് തുറമുഖത്തിൽ നിന്നും ബാലരാമപുരം വരെയുള്ള റെയിൽപാതയായിരിക്കും, തുരങ്ക റെയിൽപാതയായിരിക്കും നമ്മൾ നിർമ്മിക്കുക. അതിനോടൊപ്പം ഒരു കണ്ടെയ്നർ റെയിൽ ടെർമിനലും കൂടി നമ്മൾ സൃഷ്ടിക്കും. അതും ബാലരാമപുരത്ത് തന്നെയായിരിക്കും. അപ്പോൾ ഈ തുരങ്കപാത നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ നമുക്ക് റെയിൽ സേവനങ്ങൾ
തേടണം എന്നുണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ നമ്മളിപ്പോൾ ഉടനെ തന്നെ കണ്ടെയ്നർ റെയിൽ ടെർമിനൽ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ മുതലുള്ള ചരക്കിൻ്റെ ഈ റെയിൽ ഗതാഗതം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. പക്ഷേ തുരങ്കപാത പൂർത്തീകരിച്ചതിന് ശേഷമേ നമ്മൾ പരിപൂർണമായിട്ട് ഈ പറഞ്ഞ ഗേറ്റ്വേ കാർഗോ ആ ഒരു പൂർണ്ണ നിലയിലേക്ക് വരും. എന്തായാലും വിഴിഞ്ഞത്ത് തുറമുഖം വരുമ്പോൾ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോസ്റ്റൽ ഇറോഷൻ അടക്കമുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന് നമ്മൾ കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് നടപടികളാണ് ഈ പോർട്ട് അതോറിറ്റി സ്വീകരിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ നമുക്ക് തുറമുഖ നിർമ്മാണത്തിന് അനുമതി ലഭിക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു എൻവയൺമെന്റൽ ക്ലിയറൻസോട് കൂടിയാണ് നമ്മൾ ഈ പ്രക്രിയ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള മോണിറ്ററിങ്ങും ഒപ്പം അതിൽ നിഷ്കർഷിച്ചിട്ടുള്ള പഠനങ്ങളും എല്ലാം നമ്മൾ സ്ഥിരമായി നടത്തി വരികയാണ്. അതിൻ്റെ ഇടയിൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെയും ഒരു കേസ് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ഫലമായിട്ട് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വിദഗ്ധരുടെ സമിതിയുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണവും അത് കാരണം ഏതെങ്കിലും തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടോ എന്ന് സ്ഥിരമായി പരിശോധിക്കാൻ. ആ സമിതി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ളൊരു നിലയിലാണ്. അപ്പോൾ അവർ ഓരോ തവണയും ഇവിടെ വരികയും എല്ലാം വളരെ സുതാര്യമായ രീതിയിൽ പരിശോധിക്കുകയും നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിൽ കേരളത്തിൻ്റെ ഈ പറയുന്ന കോസ്റ്റ് ലൈനെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തി. ഈ വിദഗ്ധർ എന്ന് പറയുന്നത് ആരും ഇവിടെയുള്ള ആളുകളല്ല. ഇപ്പോൾ നാഷണൽ IIT എന്നുള്ളതും അതുപോലെ തന്നെ ഇൻകോയ്സ് എന്നുള്ളവരും പിന്നെ ഓഷൻ എഞ്ചിനീയറിംഗിലെ വിദഗ്ധരും നാഷണൽ യൂണിവേഴ്സിറ്റി എന്നുള്ള ആളുകളും ഒക്കെയാണ് കൂടുതലും. അപ്പോൾ അവരുടെ ടീമിനെ കൊണ്ടുവന്നാണ് ശരിക്കും ഇവിടെ പരിശോധന നടത്തുന്നതും. ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ലൈവായി തന്നെ ശരിക്കും നിരന്തരം ഇതൊരു മോണിറ്ററിങ്ങിലൂടെ ഒരു വിലയിരുത്തലിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനോടൊപ്പം നമുക്ക് പ്രാദേശികമായിട്ട് കുറച്ച് ആശങ്കകൾ ഉണ്ടായ സമയത്ത് കേരള സർക്കാർ തന്നെ ഒരു പ്രത്യേകമായിട്ട് പാരിസ്ഥിതിക വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതി വന്ന് പഠനങ്ങൾ നടത്തുകയും അവർ കുഡാലെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു DPRൻ്റെയോ മാത്രം അടിസ്ഥാനത്തിൽ ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തിയല്ല വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഡിസൈൻ ഉണ്ട്, നമ്മുടെ പ്ലാൻ ഉണ്ട്, നമ്മുടെ കൺസെഷണറി അഗ്രിമെൻ്റ് ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അത് നിരീക്ഷിക്കുവാനും വിലയിരുത്തുവാനും ഒക്കെ പല തലങ്ങളിലുള്ള ഇൻസ്പെക്ഷൻ മെക്കാനിസംസ് ഉണ്ട്. ഇൻബിൽറ്റായിട്ട് നമുക്കുള്ളത് ഈ വ്യവസ്ഥേൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ VISL എന്നുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്നുള്ള ഞങ്ങളുടെ ഒരു കമ്പനി, AVPPL എന്നുള്ള നമ്മുടെ ഒരു കൗണ്ടർ പാർട്ടിൻ്റെ ഒരു കമ്പനി. അപ്പോൾ AVPPL ആണ് കൺസ്ട്രക്ഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ മറ്റൊരാൾക്കാണ് കോൺട്രാക്റ്റ് നൽകുന്നതെന്നുണ്ടെങ്കിൽ ഇത് പരിശോധിക്കാനായിട്ട് സർക്കാർ നിയമിച്ചിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ ഉണ്ട്. അവരൊരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ അവർ ഇതെല്ലാം പരിശോധിച്ച് ഇത് വെറ്റ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ആഴത്തിൽ പറഞ്ഞിരിക്കുന്ന നീളത്തിൽ പറഞ്ഞിരിക്കുന്ന ഗുണമേന്മയുള്ള പ്രക്രിയകളാണ് കൺസ്ട്രക്ഷനാണ് അവിടെ നടത്തുന്നതെന്ന് അവർ പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങളതിനെ അംഗീകരിക്കുകയുള്ളൂ. അതിനും ശേഷമാണ് സർക്കാരിലേക്ക് അത് പോകുന്നത്. അപ്പോൾ ഇൻബിൽറ്റായിട്ട് തന്നെ പല മെക്കാനിസംസ് ഉണ്ട്. അത് കൂടാതെയാണ് ഞാൻ ഈ പറഞ്ഞ പാരിസ്ഥിതികമായി ഇതിൻ്റെ ആഘാതം എന്താണ്, സ്വാധീനം എന്താണ് എന്ന് നിരന്തരം വിലയിരുത്തുവാനായിട്ടുള്ള വ്യവസ്ഥകൾ കേരള സർക്കാരിൻ്റെയും ഒപ്പം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇത്രയും ഇതിന് മുകളിലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും വഴിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തമ ബോധ്യം എന്നുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തെ ഒരു എക്കോ ഫ്രണ്ട്ലി പോർട്ടാക്കി മാറ്റാൻ തുറമുഖ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ഇനിഷ്യേറ്റീവുകളാണ് എടുക്കാൻ പോകുന്നത്? അത് ഭാവിയിൽ അതൊരു ഗ്രീൻ പോർട്ടായിട്ട് മാറാനുള്ള സാധ്യത എത്രത്തോളമാണ്? That's definitely something that we are aspiring for because ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും ഗ്രീൻ ഷിപ്പിംഗ് എന്നുള്ളതും നാഷണൽ ഗ്രീൻ ഷിപ്പിംഗ് കോഡ് എന്നുള്ളത് ഒന്ന് രൂപീകരിക്കാനായിട്ട് അവരും ഒന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് അതിലേക്കായിട്ട് സംഭാവന ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാർ തലത്തിലും കേന്ദ്രത്തിലൊക്കെ നമ്മൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രീൻ ഷിപ്പിംഗ് എന്നുള്ളത് ഇപ്പോൾ കട്ടിംഗ് എഡ്ജ് റിസർച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും വാണിജ്യ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള
സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകളോ ഇപ്പോൾ ഇല്ല പൂർണ്ണമായും വാണിജ്യാടിസ്ഥാനത്തിൽ എന്ന് പറയുവാനായിട്ട്. പക്ഷേ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഏവിയേഷൻ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബയോ ഏവിയേഷൻ ഫ്യൂവൽ എന്നുള്ളതിനെ കുറിച്ച് എത്രമാത്രം റിസർച്ച് നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മറൈൻ ഗ്യാസലിൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറൈൻ ഫ്യൂവൽ എന്ന് പറയുന്നത് അതിൽ ബയോ ഫ്യൂവൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? അല്ല, നമുക്ക് ഗ്രീൻ ഹൈഡ്രജനിലാണോ വേണ്ടത്, അമോണിയയാണോ, മെത്തനോളാണോ, എന്താണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പല പല ഓപ്ഷൻസും നമുക്കുണ്ട്. ഇപ്പോൾ ഗ്രീൻ ഹൈഡ്രജനും ഒപ്പം ഈ പറഞ്ഞ അമോണിയം ഒക്കെ എങ്ങനെയാണ് ഗ്രീൻ ഷിപ്പിങ്ങിനായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആഗോളതലത്തിലുള്ള കമ്പനികളുമായിട്ടും എക്സ്പേർട്സുമായിട്ടും ഒക്കെ നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പലരും അവരുടെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പോർട്ട് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണല്ലോ. നമ്മൾ എപ്പോഴും അതിൻ്റെ ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും. നമ്മളിപ്പോൾ ഗ്രീൻ ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് പോർട്ട് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും. പക്ഷെ അതിന് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ഡിമാൻഡും വേണം, സപ്ലൈയും വേണം. അപ്പോൾ ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് വരുന്നത് ഈ കപ്പൽ കമ്പനികളിൽ നിന്ന് തന്നെയായിരിക്കും തീർച്ചയായിട്ടും. സപ്ലൈ പാർട്ട് ഈ പറഞ്ഞ ഗ്രീൻ എനർജി ഉണ്ടാക്കുന്ന കമ്പനികളിൽ നിന്നുമായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു ഫെസിലിറ്റേറ്റർ ആവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭൂമിക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും എപ്പോഴാണ് മാച്ച് ആവുന്നത് എന്നുള്ളത് കുറേ മാർക്കറ്റ് മെക്കാനിസംസിലൂടെയും കൂടിയായിരിക്കും വരിക. ബട്ട് വി ആർ റെഡി ഫോർ ദാറ്റ്. ഈ മാരിടൈം കാർഗോ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാലത്തും ആശങ്കകളിലൊന്ന് സ്പില്ലേജ് ആണ്. അപ്പം എല്ലായിടത്തും പലയിടത്തായിട്ട് നടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് റീസെന്റ് ആയിട്ട് ഈ MSC ELSA 3 ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഫിയർ മോങ്കറിങ് പോലും നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മീൻ വാങ്ങിച്ചു കഴിക്കാൻ പലരും മടിക്കുന്ന പോലത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ ചോദ്യങ്ങൾ രണ്ടെണ്ണമാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി പോർട്ടിനാണോ? ഒന്ന്. രണ്ട്, വെൻ വി ഡു സംതിങ് ഇൻ എ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡൽ, എങ്ങനെയാണ് അതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി സെറ്റ് ചെയ്യുന്നത്? ഒന്ന്, നമുക്ക് ഡിസാസ്റ്റർ റെസ്പോൺസ് പ്ലാൻ, എമർജൻസി റെസ്പോൺസ് പ്ലാനും ഒപ്പം ഒരു ഓയിൽ സ്പിൽ കണ്ടിൻജൻസി പ്ലാനും ഓൾറെഡി അപ്രൂവ്ഡ് ആയിട്ട് നമുക്കുണ്ട്. അതിൻ്റെ മോക്ക് ഡ്രിൽസും ട്രയൽസും എല്ലാം നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതും ഒക്കെയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഇൻ പ്ലേസ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി മിസ്ഇൻഫർമേഷൻ ഐ തിങ്ക് ദാറ്റ് വാസ് സ്പ്രെഡിങ് ഓൾ അലോങ്. ഹാവിങ് സെഡ് ദാറ്റ്, ഇത് നമ്മുടെ തുറമുഖത്തിൻ്റെ പരിധിക്കുള്ളിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിലാണ് ഡയറക്റ്റായിട്ട് അത് നമ്മുടെ ചുമതലയിലേക്ക് വരിക. അപ്പോൾ വിത്തിൻ പോർട്ട് ലിമിറ്റ്സ്, വെൻ സംതിങ് ഹാപ്പൻസ്, വെൻ സംതിങ് ഗോസ് റോങ്, വി ടേക്ക് കംപ്ലീറ്റ് കൺട്രോൾ ആൻഡ് വി ടേക്ക് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഓവർ ഇറ്റ്. ഇനി അതിനപ്പുറമാണ് എന്നുണ്ടെങ്കിൽ, വെൻ ഇറ്റ് ഗോസ് ഇൻ ടു ഡീപ്പർ വാട്ടേഴ്സ്, അതെ, അപ്പോൾ ആ രീതിയിൽ പോകുമ്പോൾ ഇന്റർനാഷണൽ വാട്ടേഴ്സോ ഡീപ് സീയിലേക്കോ ഒക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കോസ്റ്റ് ഗാർഡ് ആയിരിക്കും അവിടെ ഫസ്റ്റ് റെസ്പോണ്ടന്റ് എന്നുള്ളത്. ആൻഡ് ദാറ്റ് മെക്കാനിസം, ദാറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് മെക്കാനിസം എല്ലായിടത്തും ഫുൾ പ്രൂഫ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് മെക്കാനിസം ഉണ്ട് ഭാരതത്തിലൊട്ടാകെ. സോ അത് നമ്മൾ പല ഇന്റർനാഷണൽ കൺവെൻഷൻസിനുമൊക്കെ നമ്മൾ കൂടെ ഒപ്പുവെച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതത്തിൽ അങ്ങനെ ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് ഉള്ളത്. അപ്പോൾ അതിൽ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിൻ്റെ അകത്തുണ്ടായിരിക്കും. നമുക്ക് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ നേവി ഉണ്ട്, കേന്ദ്ര സർക്കാർ DG ഷിപ്പിംഗ് ഉണ്ട്, നമ്മുടെ സംസ്ഥാന സർക്കാരുണ്ട്, ഒപ്പം നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും നോഡൽ പോയിന്റ് ആയിട്ട്, നോഡൽ ഏജൻസി ആയിട്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആയിരിക്കും. അതിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അവരോടൊപ്പമാണ് തുറമുഖ വകുപ്പും വിസിലും ഫിഷറീസ് വകുപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് നമ്മുടെ സംസ്ഥാനത്തിലെ മറ്റ് വകുപ്പുകളെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മളും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉണ്ട് യൂണിഫോം സർവീസസിൻ്റെ, ഡിഫൻസ് സർവീസസിൻ്റെ ഫോഴ്സസ് ഉണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ 3 നോഡ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നാലാമത്തെ ഒരു നോഡാണ് നേരത്തെ ബാബു പറഞ്ഞ, ഇത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ടല്ല, ഈ വരുന്ന കപ്പൽ കമ്പനി ഒരു 4th പാർട്ടിയാണ് ഇവിടെ. അപ്പോൾ അവരാണ് ആ 4ാമത്തെ നോഡ് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഈ 4ഉം കൂടെ ചേർന്നിട്ടാണ് ശരിക്കും നമ്മുടെ ഈ എൻറ്റയർ ഡിസാസ്റ്റർ റെസ്പോൺസ് പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നതും നമ്മളത് പ്രവർത്തിക്കുന്നതും വളരെ ചിട്ടയാർന്ന രീതിയിലാണ്. വളരെ വ്യക്തമായിട്ട് ആർക്കാണ്, എന്താണ്, ആരുടെ ചുമതലയാണ്, ആരാണ് അതിനുള്ള സാമ്പത്തികം ഉറപ്പുവരുത്തേണ്ടതെന്ന് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ ഡിസാസ്റ്റർ റെസ്പോൺസ് പ്ലാനിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം, അപ്പം ഈ മറിഞ്ഞ കപ്പലിൽ കാൽഷ്യം കാർബൈഡ് അടക്കമുള്ള ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു എന്നും അത് കടലിൽ കലർന്നിട്ടുണ്ട് എന്നും അതുകൊണ്ട് ആരും മത്സ്യം കഴിക്കരുത് എന്നുള്ള പ്രചാരണം ഇവിടെ നടക്കുന്നുള്ളത് പോർട്ട് അതോറിറ്റീസ് അഡ്രസ് ചെയ്തിട്ടുണ്ടോ? കാരണം അതുകൊണ്ട് ലൈവ്ലിഹുഡ് ഡിമായി പോയ ഒരു വലിയ ഫിഷ് സെല്ലിംഗ് കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ
പറ്റിയിട്ടുണ്ടോ പോർട്ടിന്? ബഹുമാനപ്പെട്ട മത്സ്യബന്ധന വകുപ്പ് മന്ത്രി തന്നെ അത് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ ആ ഒരു സന്ദേശവും നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതിൽ ശരിക്കും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 20 ഫുട്ട് ഇക്വലൻറ്റോ അല്ലെങ്കിൽ 40 ഫുട്ട് ഇക്വലൻറ്റോ ആയിട്ടുള്ള ഒരു വലിയ കണ്ടെയ്നർ. അപ്പോൾ ഈ കണ്ടെയ്നർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാലോ, മെറ്റൽ കൊണ്ടാണ്. മൊത്തം 643 കണ്ടെയ്നറിൽ 13 ഡേഞ്ചറസ് കാർഗോ ഉണ്ടായിരുന്നു. ആ 13 ഡേഞ്ചറസ് കാർഗോയിലും അപ്പർ ഡെക്കിൽ ഉണ്ടായിരുന്ന ശരിക്കും 5 മാത്രമാണ്. ബാക്കി 8 അണ്ടർ ഡെക്കിലാണ്. അണ്ടർ ഡെക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കപ്പലിൻ്റെ കൂടെ കടലേക്ക് അങ്ങ് താന്നു പോവുകയാണ് ചെയ്യുന്നത്. അത് പുറത്തേക്ക് വീണു പോകാൻ യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അഥവാ വീണിട്ടുണ്ടെങ്കിലും ഈ 5 കടലിലേക്ക് വീണിട്ടുള്ളത്, മറിഞ്ഞു വീണിട്ടുള്ളത്. അങ്ങനെ മറിഞ്ഞു വീണാൽ മാത്രമേ ആ ഒരു ആഘാതത്തിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലോ അല്ലെങ്കിൽ സീപ്പേജോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾ പൊതുവെ കണക്കാക്കാറുള്ളത്. ഇനി അതിൻ്റെ അകത്തും കാൽഷ്യം കാർബൈഡ് എന്നുള്ളത് 200 കിലോഗ്രാമിലുള്ള സ്റ്റീൽ ഡ്രംസിൻ്റെ ഉള്ളിലാണ് അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പൊട്ടിയാൽ മാത്രമേ ഇത് കടലിലേക്ക് അലിഞ്ഞു ചേരുകയുള്ളൂ. ഒന്ന് എക്സോതെർമിക് ആണ് റിയാക്ഷൻ എന്നൊക്കെയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ കടലാണ് ഈ പറയുന്നത്. അപ്പോൾ 200 കിലോഗ്രാം കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്നത് പോലും വളരെ തുച്ഛമായിട്ടുള്ള ഒരളവാണ്. ഈ ഇത്രയും കണ്ടെയ്നറിലെ ഇത്രയും സ്റ്റീൽ ഡ്രംസിൻ്റെ ഉള്ളിലെ എല്ലാ കാൽഷ്യം കാർബൈഡും കൂടെ ഒരുമിച്ച് അങ്ങ് പുറത്തേക്ക് വന്നാൽ മാത്രമാണ് പലരും ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെയുള്ള എക്സ്പ്ലോഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ അത്രയും അധികം വാല്യം വേണം. അപ്പോൾ അതുപോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊന്നും തന്നെ പൊട്ടിയിട്ടുള്ളതായിട്ട് ഒരു പഠനങ്ങളും പറയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾ ഒരു അസ്ഥാനത്തായിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ കണ്ട കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും. അതെ, നേഡിൽസ് വന്നായിരുന്നു, പ്ലാസ്റ്റിക് നേഡിൽസ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് എടുത്തു മാറ്റണം എന്നുള്ളത് തീർച്ചയായിട്ടും ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി അത് ഇപ്പം മത്സ്യം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ അത് ഡയറക്റ്റ്ലി അത് വിഷാംശമുള്ള ഒരു കാര്യമല്ല. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കം മുതൽക്ക് തന്നെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പ്രദേശവാസികളായിട്ടുള്ള മീൻപിടുത്തക്കാരുടെ ഉപജീവനം മുടങ്ങുന്നു, അവർക്ക് തൊഴിൽ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ഇപ്പോൾ ഈ തുറമുഖത്തിന്റെ പണി ഏതാണ്ട് പൂർത്തിയാകുന്നു, പ്രവർത്തനക്ഷമമാകുന്ന ഈ സമയത്തേക്ക് ഈ 2 പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്? ഇനി അഥവാ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരെ ഗുണഭോക്താക്കളാക്കിക്കൊണ്ട് എന്തെങ്കിലും പുതിയ പദ്ധതികൾ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രവർത്തനം പൂർത്തീകരിക്കുവാനും രാജ്യത്തിന് സമർപ്പിക്കുവാനും ഒക്കെ സാധിച്ചത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലും എല്ലാ സമയത്തും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യവും അതുതന്നെയാണ്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് ഇപ്പോൾ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഘടനയുടെയോ ഒരു ഉൽപാദനമല്ല. അത് ശരിക്കും ജനങ്ങളുടെ ഒരു തുറമുഖമാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ്. ശരിക്കും അന്ന് നമ്മുടെ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോലും വന്നിരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിയാൽ ആ പ്രാദേശികമായിട്ടുള്ള എല്ലാവരും, വിഴിഞ്ഞത്തെ നല്ലവരായ എല്ലാ കുടുംബങ്ങളും, അതായത് ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാവരും അന്നവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല, പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അപ്പോൾ പള്ളിയിലെ അച്ഛനായാലും ജമാഅത്ത് പ്രസിഡന്റ് ആയാലും അമ്പലത്തിലെ ആളുകളായാലും ഒക്കെ അവർ കണ്ട് നന്ദി പറഞ്ഞ് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടാണ് പോയത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ അത്രമാത്രം ആത്യന്തികമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് പദ്ധതി എത്രയും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും ഇനി ഈ പറഞ്ഞതുപോലെ 2045 തീരേണ്ടുന്ന പദ്ധതിയായിരുന്നു. അത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ 2028 തീർക്കണം എന്നുള്ള ഒരു ധാരണയിൽ എത്തുമ്പോഴും അപ്പോൾ അടുത്ത 3 വർഷവും ഇതുപോലെ തന്നെ ഇതേ ഒരു മൊമെന്റത്തിൽ നമുക്ക് നിർമ്മാണം അവിടെ തുടരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാദേശികമായിട്ട് അവിടെയുള്ള ജനങ്ങളുടെ ഒരു വലിയൊരു പിന്തുണ നമുക്കുണ്ട്. അത് നമ്മൾ ഈ ഡിസാസ്റ്ററിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അസ്ഥാനത്തുള്ള ആശങ്കകൾ ദൂരീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയ ഘടകവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. 2, ഈ പദ്ധതി തന്നെ നടക്കുന്നു എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ തോതിൽ ആ ആശങ്കകൾ കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. 2, ജീവനോപാധി നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, പ്രദേശത്തുള്ള എല്ലാവർക്കും നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള
മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നമ്മൾ നഷ്ടപരിഹാര തുക നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 120 കോടി രൂപയോളം നമ്മൾ നഷ്ടപരിഹാരത്തിന് മാത്രമായി വിഴിഞ്ഞം പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ ചിപ്പിത്തൊഴിലാളികളുണ്ട്, കട്ടമര തൊഴിലാളികളുണ്ട്, കരമടി തൊഴിലാളികളുണ്ട്, മത്സ്യബന്ധനത്തിൽ പോയിക്കൊണ്ടിരുന്നവരുണ്ട്. ഇനി മത്സ്യബന്ധനം അല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ചില ബോട്ട് നിർമ്മാണം ഉൾപ്പെടെ അല്ലെങ്കിൽ റിസോർട്ടിലെ തൊഴിലാളികൾ ഉൾപ്പെടെ അങ്ങനെ ഓരോ മേഖലയും നമ്മൾ പഠിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക മാനദണ്ഡം വെച്ച് അത് പരിശോധിച്ച് അവർക്കെല്ലാം നമ്മൾ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. ഇനി അതും കൂടാതെ നഷ്ടപരിഹാരം നൽകുന്നതോടെ നമ്മുടെ ചുമതല തീരുന്നില്ല. കാരണം ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യം, അവർ മത്സ്യബന്ധനത്തിനായിട്ട് പോയി മത്സ്യബന്ധനം എന്നുള്ളത് ഒരു ജീവനോപാധിയായിട്ട് ജീവിതം ജീവിച്ച് തീർക്കുന്നവരാണ്. അപ്പം ഞങ്ങളുടെ മക്കൾക്കിനി അവർക്ക് കടലിലിറങ്ങാൻ പറ്റുമോ, ഞങ്ങളുടെ മക്കൾ ഇനി മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ആദ്യം ഒരു ആശങ്ക. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞ് ഞാൻ അതേ അമ്മമാരെ വീണ്ടും പോയി കാണുമ്പോൾ അവരെന്നോട് പറയുന്നത്, ഞങ്ങളുടെ മക്കൾ ഇനിയിപ്പോൾ മത്സ്യബന്ധനത്തിന് പോകണ്ടല്ലോ എന്നുള്ളതാണ്. അന്ന് അതിന് പോകാൻ പറ്റുമോ എന്ന ആശങ്കയിലുണ്ടായിരുന്ന ആളുകൾ ഇന്ന് തുറമുഖം തുറന്നു കാട്ടുന്ന അവസരങ്ങൾ എന്താണ് എന്ന് കാണുമ്പോൾ ഞങ്ങളുടെ പോലെ ഇങ്ങനെ ജീവൻ പണയം വെച്ചിട്ട് കടലിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടുന്ന അവസ്ഥയല്ലായിരിക്കും ഞങ്ങളുടെ മക്കൾക്ക്. അവർക്ക് കുറെ കൂടെ ആധുനികമായിട്ടുള്ള ഈ ലോകത്ത് ജീവിക്കാൻ കൂടുതൽ കെൽപ്പുണ്ടാകും, കൂടുതൽ സൗകര്യം ഉണ്ടാകും, കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അവർക്കിപ്പോൾ പൂർണ്ണ ബോധ്യമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. അവിടുത്തെ അമ്മമാരോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഇനി ഞങ്ങൾക്കൊരു വേവലാതി ഇല്ല എന്നുള്ളത് പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയിട്ടുള്ളത്. അവിടുത്തെ പലരും ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി സ്കിൽ സെൻ്റർ ഉണ്ട്, അത് നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ്. കേരള സർക്കാരും നമ്മുടെ വിസിലും എസാപ്പും ഒപ്പം അദാനിയുടെ തന്നെ അവരുടെ ഒരു ഫൗണ്ടേഷനും കൂടെ ചേർന്നിട്ട്, അവരുടെ സ്കില്ലിംഗ് ഫൗണ്ടേഷനും കൂടെ ചേർന്നിട്ട്, അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി സ്കിൽ സെൻ്റർ എന്ന് പറയുന്നത് ഭാരതത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള നൈപുണ്യം പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രമായിട്ട് മാറാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ അത്രയധികം അതിനെക്കുറിച്ച് പുറത്തിപ്പോൾ സ്റ്റോറീസ് അങ്ങനെ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു 2 ബാച്ച് കുട്ടികൾ അവിടെ നിന്ന് നമ്മുടെ നൈപുണ്യ വികസനം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ ഒന്നിൽ വിഴിഞ്ഞം തുറമുഖത്തോ അല്ലെങ്കിൽ പുറത്ത് മറ്റു തുറമുഖങ്ങളിലോ ഒക്കെ തന്നെ പ്ലേസ്മെൻ്റ് ആയി പോകുന്നുമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഒറ്റയടിക്ക് ചെയ്തു തീർക്കണം എന്നുള്ളതല്ല നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ പതിയെ പതിയെ അതിൻ്റെയും കാര്യക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കണം, അതിൻ്റെ ഒരു വാല്യം നമുക്ക് വർദ്ധിപ്പിക്കണം, കൂടുതൽ ആളുകളിലേക്ക് നമുക്കത് എത്തിക്കാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഭാരതത്തിലെ ഏതൊരു സ്കില്ലിംഗ് സെൻറ്ററിനേക്കാളും, മറൈൻ സെക്ടറിലെ ഏതൊരു സ്കില്ലിംഗ് സെൻറ്ററിനേക്കാളും ഏറ്റവും മികച്ച രീതിയിൽ ഒരു സെൻറ്റർ ഫോർ എക്സലൻസ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി സ്കിൽ സെൻറ്റർ മാറും എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പല തുറമുഖങ്ങളിലും, ലോകത്തിലെ പ്രസിദ്ധമായിട്ടുള്ള പല തുറമുഖങ്ങളിലും ഇപ്പോൾ നിലവിൽ ഓട്ടോമേഷൻ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, AI ഉപയോഗിക്കുന്നുണ്ട്. ഈ 2 സംവിധാനങ്ങളും വിഴിഞ്ഞത്ത് എങ്ങനെയാണ് കാര്യക്ഷമത കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്? നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹോം ഗ്രോൺ ആയിട്ട് നമ്മൾ ഭാരതത്തിൽ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ കപ്പലുകൾക്കും അവർക്ക് സഞ്ചാരം എന്നുള്ളത് ഏറ്റവും സുഗമമായ രീതിയിൽ നടത്തി കൊടുക്കാനായിട്ട് നമുക്ക് സഹായിക്കും. ഒപ്പം രണ്ടാമത്തേത് ഈ പറഞ്ഞ ഓട്ടോമേഷൻ, സെമി ഓട്ടോമേഷൻ എന്നുള്ളതാണ്. അപ്പോൾ വിഴിഞ്ഞത്തിൽ ഇപ്പം നമുക്കുള്ള 24 ക്രെയിനുകളിൽ 24ഉം 8ഉമാണ്. 24 ക്രെയിൻ സെമി ഓട്ടോമേറ്റഡും 8 ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ക്രെയിൻസ് ആണ് നമുക്കുള്ളത്. ഈ ക്രെയിനുകളെല്ലാം തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലൊരു മുറിക്കകത്ത് ഇരുന്നുകൊണ്ട് ഒരു ജോയ്സ്റ്റിക്ക് മൂവ് ചെയ്തിട്ടാണ്. അപ്പോൾ കുട്ടികൾ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ അത്ര സുഗമമായിട്ടാണ് ശരിക്കും അത് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ക്രെയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ അപകടം പിടിച്ച സാഹസികമായിട്ടുള്ള ഒരു തൊഴിലായിരുന്നു നേരത്തെ. അപ്പം നമ്മുടെ ക്രെയിനുകൾക്ക് ശരിക്കും അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ ഒരു ക്യാബിൻ പോലും ഇല്ല, ക്രെയിൻ ഓപ്പറേറ്റർക്ക് ഒരു ക്യാബിൻ പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് മുറിക്കുള്ളിൽ ഇരുന്ന് തന്നെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളത് ഒന്ന്, സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ കണ്ടെയ്നറുകൾ എടുക്കുകയും തിരിച്ചു വെക്കുകയും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം ഈ ഓട്ടോമേറ്റഡ് ആയിട്ട് ഇത് വരുമ്പോൾ ഒന്ന് ക്രെയിൻ ഓപ്പറേഷൻസും വേറൊന്ന് കണ്ടെയ്നർ പ്ലേസ്മെൻറ്റും, ഇത് രണ്ടും
ഓട്ടോമേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 0 എറർ ഫോർമാറ്റിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് ഇപ്പോൾ കണ്ടെയ്നറുകൾ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പോൾ ഇപ്പോൾ 5 സ്റ്റാക്ക് കണ്ടെയ്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വരുന്ന കപ്പലിൽ എടുത്തു വെക്കേണ്ടുന്ന കണ്ടെയ്നർ ഈ സ്റ്റാക്കിൽ താഴ്ന്ന് രണ്ടാമതാണെന്നുണ്ടെങ്കിൽ മേളിലത്തെ 3 എടുത്ത് മാറ്റിയിട്ടല്ലേ ഈ താഴത്തെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ചെറിയൊരു വിഷയമായിരിക്കും, പക്ഷെ അതിന് എത്ര സമയമാണ് പോകുന്നതെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കൃത്യമായിട്ട് അടുത്ത വരുന്ന കപ്പലിൽ വെക്കേണ്ടുന്ന ഈ കണ്ടെയ്നർ ഇപ്പോൾ വൈ സ്ലോട്ടിൽ 28 എന്നുള്ളത് കൃത്യമായ അൽഗോരിതം വെച്ച് നമ്മളൊരു സ്ക്രീനിൽ കണ്ടിട്ട് അതിങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് പറഞ്ഞ കമാൻഡ് കൊടുക്കുകയാണ് ഇവിടുന്ന്. അതനുസരിച്ച് ഈ പ്ലേസ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയലാഭം എന്നുള്ളത് ഒരുപാടുണ്ട്. 2, ഇതിൻ്റെ വേഗത എന്നുള്ളത് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. 3, അതിൻ്റെ കൃത്യത എന്നുള്ളത്. അപ്പോൾ ഇത് 3 നമുക്ക് കൂടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ സേവനം എന്നുള്ളത് അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച് വളരെ തൃപ്തികരമായിട്ടുള്ള സേവനം കപ്പലുകൾക്ക് നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതുവരെ. അതുപോലെ തന്നെ ഇപ്പോൾ കപ്പലിൽ വെച്ച് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള റീപൊസിഷനിങ് ചിലപ്പോൾ കണ്ടെയ്നറുകൾക്ക് ആവശ്യം വേണ്ടി വരും. അതായത് നമ്മുടെ തുറമുഖത്തിലേക്ക് എടുക്കാതെ തന്നെ കപ്പലിൻ്റെ ഡെക്കിൽ വെച്ചിട്ട് തന്നെ ചിലപ്പോൾ റീപൊസിഷനിങ് ആവശ്യം വേണ്ടി വരും. അപ്പോൾ അതും നമ്മുടെ ഇത്തരത്തിലുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടെർമിനൽസ് ഉള്ള സ്ഥലത്ത് അത് വളരെ എളുപ്പത്തിൽ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കും ചിലപ്പോൾ കപ്പലുകൾ വരാറുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ഒരു ജെൻഡർ ഇക്വേഷനും കൂടിയുണ്ട് ശരിക്കും അതിൽ. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്ന സമയത്തും അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തത് നമ്മുടെ അവിടുത്തെ വനിതകളായിട്ടുള്ള ക്രെയിൻ ഓപ്പറേറ്റർമാരെയായിരുന്നു. അപ്പോൾ ഭാരതത്തിൽ ആദ്യമായിട്ടാണ് വനിതകൾ ക്രെയിൻ ഓപ്പറേറ്റർമാരായി സേവനം അനുഷ്ഠിക്കുന്നതെന്നുള്ളത് നമുക്കും ഒരു അഭിമാനം നൽകുന്ന ഒരു വിഷയമാണ്. അതിന് ഉപയുക്തമായത് ഈ പറയുന്ന ഓട്ടോമേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ യാർഡ് ക്രെയിൻസ് എന്നുള്ളത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള 24 യാർഡ് ക്രെയിൻസ് നമുക്കുണ്ട്. സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഷിപ്പ് ടു ഷോർ ക്രെയിൻസ് 8 നമുക്കുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ ഓപ്പറേറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് വനിതകളും നമ്മുടെ പോർട്ടിലുണ്ട്. അതിലും 7 പേർ വിഴിഞ്ഞം പ്രദേശത്ത് തന്നെയുള്ള വനിതകളാണ്. അപ്പോൾ അവർ നമ്മൾ റിക്രൂട്ട് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ടുന്ന പരിശീലനം നൽകിയതിന് ശേഷമാണ് അവിടെ അവർ ജീവനക്കാരായി സേവനം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് എല്ലാ മേഖലകളിലും ഇപ്പോൾ സാങ്കേതികമായിട്ടുള്ള മികവ് അത് സാമൂഹികമായിട്ട് എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ തുറമുഖത്തിൻ്റെ ഓപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 2 പതിറ്റാണ്ട് അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് സൃഷ്ടിക്കാൻ പോകുന്ന ലെഗസിയെക്കുറിച്ചുള്ള താങ്കളുടെ വിഷൻ എന്താണ്? വിഴിഞ്ഞം എന്നുള്ളത് കേരള വികസനത്തിൻ്റെ പുതിയ മാതൃകയായിരിക്കും. അതിവിടെ കൊണ്ടുവരാൻ പോകുന്ന സാമ്പത്തിക മാറ്റങ്ങൾ തീർച്ചയായിട്ടും സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ കൊണ്ടുവരുന്ന ഒരു മാറ്റം ഉണ്ടായിരിക്കും. ജനങ്ങളുടെ ജീവിത രീതിയെ മാറ്റും, ജനങ്ങളുടെ വികസന വീക്ഷണത്തെ മാറ്റും. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു സംഭാവനയും. അപ്പോൾ ഇനി ഒരു 2 പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും വിഴിഞ്ഞം കേരളത്തിൻ്റെ വികസന മുഖമുദ്രയായിരിക്കും. എനിവേ താങ്ക്സ് ഫോർ ടോക്കിംഗ് ടു us. Thank you so much.